നമസ്കാരം. പള്ളിക്കര GMUP സ്കൂളിൽ മോഷണം. വിദ്യാലയത്തെ പോലും ലക്ഷ്യമാക്കി ക്രിമിനലുകൾ വിലസുന്നു. വിദ്യാഭ്യാസത്തിന്റെ പുണ്യഭൂമിയായ സ്കൂളുകൾ പോലും ഇപ്പോൾ മോഷ്ടാക്കൾ ലക്ഷ്യമിടുമ്പോൾ കുറ്റവാളികളുടെ മനസ്ഥിതി എവിടെ വരെ എത്തിയെന്നുള്ളത് സമൂഹം ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണിത്. പള്ളിക്കരയിലെ GMUP സ്കൂളിൽ നടന്ന മോഷണവും മറ്റ് സംഭവ വികാസങ്ങളും നാട്ടിൽ വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. സ്കൂൾ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ പഠനത്തിനായി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ ഭാവി കണ്ടെത്തേണ്ട വിദ്യാലയത്തിൽ വെച്ച് ഇത്തരമൊരു അക്രമവും നശീകരണവും ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണെന്ന് നാട്ടുകാരും അധ്യാപകരും ഒരുപോലെ പറയുന്നു. സ്കൂൾ അടുക്കളയുടെ വാതിലും പ്രീ പ്രൈമറി ക്ലാസ് റൂമിന്റെ പൂട്ടും തകർത്ത് ക്ലാസ് മുറികളിലെ പല വസ്തുക്കൾ വാരി വലിച്ചിട്ടുമാണ് മോഷ്ടാക്കൾ കടന്നുപോയത്. ഈ സംഭവത്തിൽ ആഹാര സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയരുകയാണ്. കുട്ടികൾക്കായി ഒരുക്കുന്ന ഭക്ഷണത്തിനെയും കുറ്റവാളികൾ ടാർഗറ്റ് ചെയ്തിരിക്കാമെന്ന ആശങ്കയും നാട്ടുകാരിലുണ്ട്. സ്കൂളിന്റെ അടുക്കളയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ ഇനി പരിശോധിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. സംഭവത്തെ തുടർന്ന് പ്രധാന അധ്യാപകൻ ഹരിദാസ് ബേക്കലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ബേക്കലം പോലീസ് സംഘം സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരനും വാർഡ് മെമ്പർ അബ്ബാസ് തെക്കേപ്പുറവും PTA ഭാരവാഹികളും സ്കൂളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സ്കൂളിനെ ലക്ഷ്യമാക്കി ക്രിമിനൽ പ്രവർത്തികൾ നടത്തുക എന്നുള്ളത് സാമൂഹികമായും നിയമപരമായും ക്ഷമിക്കാൻ സാധിക്കുന്ന കുറ്റമല്ല. കുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസ അവകാശങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ ഉറപ്പാക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.